ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനയിക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ് ക്രിസ്മസ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ആ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആ ഓർമ്മ പുതുക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നോമ്പും ഉപവാസവുമായി നാം ഓരോ ദിവസങ്ങൾ നാം ആയിരിക്കുമ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പുൽത്തൊഴുത്തിൽ ജനിച്ച കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ, ഹൃദയത്തിൽ വസിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ഓരോ വർഷവും യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്കവണ്ണം ഹൃദയത്തെ ഒരുക്കുന്ന ഒരു അവസരമായിട്ട് ഓരോ ക്രിസ്മസുമായി തീരണം. ഇന്ന് നമ്മുടെ വീടുകളെല്ലാം ഈ ക്രിസ്മസിന് വേണ്ടി മനോഹരമായ നക്ഷത്രങ്ങളും മനോഹരമായ പുൽക്കിടും എല്ലാം അണിയിച്ചൊരുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ഒരുക്കമുണ്ട് എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കുന്നത് ഒത്തിരി നമുക്ക് അനുഗ്രഹമാണ്. പലപ്പോഴും നാം ആഘോഷങ്ങൾ മാത്രമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ക്രിസ്മസ് യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന, ഹൃദയത്തിൽ ജനിക്കുന്ന ഒരു ക്രിസ്മസ് ആയിത്തീരുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക. അതിനായി നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ആ ഹൃദയം ദുഷിച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഡീസൻ്റാണ്, എക്സ്ട്രാ ഡീസൻ്റാണെന്നൊക്കെ നമ്മൾ പറയും. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്? നമ്മുടെ ഹൃദയത്തെ നാം വിശുദ്ധീകരിക്കുമെന്ന് പറയാൻ കാരണം ഹൃദയം ഇന്ന് അശുദ്ധമാണ്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ കർത്താവിന് വചനം പറയുകയാണ്, ഹൃദയം മറ്റെന്തിനേക്കാളും ദുഷിച്ചതാണ്. നമ്മുടെ ഹൃദയത്തെ നാം ദൈവകണ്ണിലൂടെ നോക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഈ ക്രിസ്മസിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ഹൃദയം എത്രമാത്രം അശുദ്ധി നിറഞ്ഞതാണ് എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ യേശുവിൻ്റെ രക്തത്താൽ കഴുകുവാൻ സാധിക്കും. യേശുവിന് വസിക്കാൻ കൊള്ളാവുന്ന ഒരു പുൽക്കുടിലായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആദിയിൽ അരുളി ചെയ്തിട്ടുണ്ട്. ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ തിന്മ വലുതാണെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്ത എപ്പോഴും ദുഷ്ടമാണ് എന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് കർത്താവ് ദുഃഖിച്ചു, അവൻ്റെ ഹൃദയം വേദനിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാകുന്ന രീതിയിൽ മനുഷ്യൻ്റെ ഹൃദയം ദുഷിച്ചതായി മാറി. ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവൻ്റെ ദുഷ്ടമായ, ദുഷിച്ച, അശുദ്ധമായ ഹൃദയം കാണുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തെ നാം പരിശോധിക്കുമ്പോൾ എൻ്റെ ഹൃദയം വിശുദ്ധമാണോ, ദൈവത്തിന് വസിക്കാൻ, യേശുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം വിശുദ്ധമായൊരു ഹൃദയമാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. സങ്കീർത്തന പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവിന് വചനം എങ്ങനെ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യദൈവങ്ങളിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ.
ഒരു മനുഷ്യൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയം, ദൈവം വസിക്കേണ്ട എൻ്റെ ഹൃദയം ഇന്ന് അന്യദൈവങ്ങളുടെ വാസസ്ഥലമായി മാറിയിട്ടുണ്ടോ? അതായത് ദൈവത്തിന് വസിക്കേണ്ട ഹൃദയം ദൈവത്തേക്കാൾ ഉപരി മറ്റെന്തിനെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ചില വ്യക്തികൾക്ക്, ചില വസ്തുക്കൾക്ക് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകുമ്പോൾ, ദൈവത്തേക്കാൾ ഉപരി സ്ഥാനം നൽകുമ്പോൾ അത് അന്യദൈവമായി മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം വസിക്കേണ്ട എൻ്റെ ഹൃദയം അന്യദൈവങ്ങൾ വസിക്കുന്ന വാസസ്ഥലമായി മാറിയിട്ടുണ്ടോ? നാം സ്വയം ഒന്ന് പരിശോധിക്കണം. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പോകുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ആ മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, അകത്തു നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ അശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് അശുദ്ധി പുറപ്പെടുന്നു എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എത്രമാത്രം വിശുദ്ധമാണ് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. എൻ്റെ ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടോ? എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ചിന്തകൾ പുറപ്പെടുന്നുണ്ടോ? വ്യഭിചാര ആസക്തികൾ പുറപ്പെടുന്നുണ്ടോ? പരസംഗം, കൊലപാതകം, മോഷണം എൻ്റെ ഹൃദയത്തിലുണ്ടോ? അത്യാഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടോ? ദുഷ്ടത, ചതി, ദുഷ്കർമ്മം എൻ്റെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ ഹൃദയം എത്രമാത്രം അശുദ്ധി നിറഞ്ഞതാണെന്ന് ഞാൻ സ്വയം വ്യക്തിപരമായി കണ്ടുപിടിക്കുമ്പോഴാണ് യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ എനിക്ക് എന്നെ തന്നെ കഴുകാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് മുഷിഞ്ഞതാണ്, അശുദ്ധിയുള്ളതാണെന്ന് നമ്മൾ കാണുമ്പോൾ അത് കഴുകും. നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ പാത്രങ്ങളും നമ്മൾ കഴുകിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ ഹൃദയത്തെ കഴുകുവാൻ നാം എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിനെങ്കിലും നാം നമ്മുടെ ഹൃദയത്തെ ഒന്ന് കഴുകുവാൻ ഇത് മുഖാന്തരമായി തീരണം. ഒരു മനുഷ്യൻ്റെ ഹൃദയം അശുദ്ധമായി തീരാൻ മറ്റൊരു കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിലെ അഹങ്കാരമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. അതായത് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നാം പറയുമ്പോൾ തിരിച്ചറിയുക, എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട്. അതായത് എൻ്റെ സമ്പത്ത്, എൻ്റെ അധ്വാനം, ഞാൻ ഉണ്ടാക്കിയതാണിതെല്ലാം എന്ന് നാം സ്വയം അഹങ്കരിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അശുദ്ധമാണ് എന്നൊരു സത്യം തിരിച്ചറിയണം. ദൈവത്തിന് വസിക്കാൻ കൊള്ളാവുന്നൊരു ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരം നാം എടുത്തു കളയണം. നാം പരിശോധിക്കണം, ഞാൻ എപ്പോഴെങ്കിലും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയാറുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നാം വിശുദ്ധീകരിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, യെരൂശലേമേ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയുക, നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും. അപ്പോൾ ഈ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ദുഷ്ടതയും ദൈവത്തേക്കുപരി എന്തിന് സ്ഥാനം കൊടുത്ത് ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും പാപ ആസക്തികൾക്ക് ഞാൻ അടിമയാണെങ്കിൽ അത് യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചിട്ട്, ഞാൻ അഹങ്കാരത്തിൻ്റെ അടിമ നുഖത്തിലാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിലേക്ക്, നമ്മുടെ ഹൃദയത്തെ യേശുവിന് വസിക്കാൻ കൊള്ളാവുന്നൊരു ഹൃദയമായി, വിശുദ്ധമായ ഒരു ഹൃദയമായി തീരുവാൻ നമുക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കാം. വീണ്ടും ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കാൻ രണ്ടാമത്തെ തടസ്സം ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള വെറുപ്പാണ്. വെറുപ്പുള്ളൊരു ഹൃദയത്തിൽ പരിശുദ്ധനായ ദൈവം വസിക്കുകയില്ല. കാരണം ദൈവം സ്നേഹമാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, സഹോദരനെ നിൻ്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, കൂട്ടുകാരൻ്റെ പാപം നിൻ്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം, പ്രതികാരം ചെയ്യരുത്. കഴിഞ്ഞ നാളിൽ നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, നമ്മൾ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച, നമ്മുടെ ജീവിതം തകരുവാൻ കാരണമായ ഏതെങ്കിലും വ്യക്തിയോട് ഹൃദയത്തിൽ മുറിവുണ്ടോ? ആ മുറിവ് വെറുപ്പായി മാറിയിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ വചനം പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ സഹോദരനെ, നിൻ്റെ കൂട്ടുകാരനെ ദ്വേഷിക്കരുത്, വെറുക്കരുത്. ഈ വെറുപ്പുള്ളൊരു ഹൃദയത്തിൽ ഒരിക്കലും പരിശുദ്ധനായ ദൈവത്തിന് വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് പിശാചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലമാണ് സ്നേഹമെങ്കിൽ വെറുപ്പ് അശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഫലത്തിന് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ദൈവം വസിക്കേണ്ട എൻ്റെ ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ അവിടെ പിശാചിന് ആധിപത്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നാം ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം, ഒരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ഞാൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് സ്നേഹിതനോട്, എൻ്റെ കൂട്ടുകാരനോട് ഞാൻ ക്ഷമിക്കണം. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, എൻ്റെ ഹൃദയത്തിൽ ഞാൻ മറക്കില്ല എന്ന് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ആരോടെങ്കിലും കയ്പ് വെറുപ്പുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാതെ, അവരെ സ്നേഹിക്കാതെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാതെ നമ്മുടെ ഹൃദയം വിശുദ്ധമായി തീരുകയില്ല. ആ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം ഏതെങ്കിലും കയ്പ് വെറുപ്പുണ്ടെങ്കിൽ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. വീണ്ടും നാം ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മറ്റൊരു അവസ്ഥയാണ്, ഇന്ന് അനേകം വ്യക്തിയുടെ ഹൃദയം ഭയം നിറഞ്ഞിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 67-ാം വാക്യം, നിൻ്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നീ പറയും. ഇന്ന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഭയമുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ എങ്ങനെയെങ്കിലും സന്ധ്യയായാൽ മതി, സന്ധ്യയായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ഭയത്തിന് അടിമയാണ്. ഭയമുള്ളൊരു ഹൃദയത്തിൽ പരിശുദ്ധനായ ദൈവത്തിന് വസിക്കാൻ സാധ്യമല്ല. യേശു പറഞ്ഞു, ഭയപ്പെടണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഭയമുണ്ടെങ്കിൽ ആ ഭയത്തെ എടുത്തു മാറ്റണം. ഇന്ന് ഭയമുണ്ടാകാൻ ഒരു കാരണം നമുക്കറിയാം. എന്തിനെയാണോ നാം വലുതായി കാണുന്നത് അതിന് നാം ഭയപ്പെടും. ഇന്ന് പലരും മരണത്തെ വലുതായി കാണുമ്പോൾ മരണഭയം ഉണ്ടാകുന്നു, രോഗത്തെ വലുതായി കാണുമ്പോൾ രോഗഭയം ഉണ്ടാകുന്നു, പിശാചിനെ വലുതായി കാണുമ്പോൾ പിശാചിനെ ഭയപ്പെടുന്നു, ഇരുട്ടിനെ വലുതായി കാണുമ്പോൾ ഇരുട്ടിനെ ഭയപ്പെടുന്നു. നാം എന്തിനെയാണോ വലുതായി കാണുന്നത് അതിന് നാം ഭയപ്പെടാൻ കാരണമായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ വലുതായി കണ്ടാൽ ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇന്ന് മനുഷ്യന് ദൈവഭയമില്ല, മറ്റെല്ലാറ്റിനെയും ഭയമാണ്. കാരണം ദൈവത്തേക്കുപരിയായി എല്ലാറ്റിനെയും വലുതായി കാണുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ന് മാരകമായ പകർച്ചവ്യാധി പകർന്നു പിടിക്കുമ്പോൾ ഏത് രോഗമായിക്കൊള്ളട്ടെ, രോഗത്തെ വലുതായി കണ്ടാൽ ആ രോഗഭയം നമ്മെ വേട്ടയാടും. അതുകൊണ്ട് നാം അതിനെ അതിജീവിക്കുവാൻ എല്ലാറ്റിനേക്കാളും വലുതായി ദൈവത്തെ കാണണം. എൻ്റെ ദൈവം സർവശക്തനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്, അവൻ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, അവൻ കാറ്റിനെയും കടലിനെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവനാണ്. എൻ്റെ യേശു സകലത്തിനും മതിയായവനാണ്, അവൻ സർവശക്തനാണെന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭയമില്ല. ഭയം ഉള്ളൊരു ഹൃദയമാണെങ്കിൽ ഈ ഭയത്തിൽ നാം വിടുതൽ പ്രാപിക്കണം. അതുകൊണ്ട് ഭയത്തിന് കാരണമായ എന്താണോ അതിനേക്കാൾ വലുതായി യേശുവിനെ, ദൈവത്തെ ഹൃദയത്തിൽ വലുതായി കാണണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഭയമുള്ള ഒരു ഹൃദയത്തിൽ ദൈവം വസിക്കുകയില്ല. വീണ്ടും ഒരു മനുഷ്യൻ്റെ ഹൃദയം എങ്ങനെയാണ് എന്ന് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ പല ഹൃദയങ്ങളും മുറിവേറ്റിരിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്തവണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. ഇന്ന് അനേകം വ്യക്തിയുടെ ഹൃദയം കീറി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. മുറിവും ചതവും പഴുത്തവണവും മാത്രമേ ഉള്ളൂ. ഞെക്കിക്കഴിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ചീഞ്ഞ് നാറുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു ഹൃദയത്തിൽ എങ്ങനെ പരിശുദ്ധനായ ദൈവം വസിക്കും? നമുക്കറിയാം,
നാം കിടന്നുറങ്ങുന്ന മുറിയിൽ അസഖ്യമായൊരു ദുർഗന്ധമുണ്ടെങ്കിൽ നമുക്ക് ആ മുറിയിൽ കിടന്നുറങ്ങാൻ സാധ്യമല്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധി അല്ലെങ്കിൽ ഹൃദയത്തിനേറ്റ മുറിവ്, നമ്മുടെ ഹൃദയത്തിൽ മുറിവും ചതവും പഴുത്ത വ്രണവും അസഖ്യമായ ദുർഗന്ധവുമാണെങ്കിൽ എങ്ങനെ ആ ഹൃദയത്തിൽ പരിശുദ്ധനായ ദൈവത്തിന് വസിക്കാൻ സാധിക്കും? അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളും യേശുവിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുറിവിനാൽ, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനപ്രകാരം നമ്മുടെ ഹൃദയത്തിനേറ്റ മുറിവുകളെ യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ മുറിവിനാൽ കഴുകണം. അങ്ങനെ സൗഖ്യം പ്രാപിച്ച ഒരു ഹൃദയത്തിലാണ് പരിശുദ്ധനായ ദൈവം പരിശുദ്ധിയോടെ വസിക്കുന്നത്. വീണ്ടും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ അനേകം വ്യക്തിയുടെ ഹൃദയം സംശയം നിറഞ്ഞ ഹൃദയമാണ്. സംശയം നിറഞ്ഞ ഹൃദയത്തിൽ പരിശുദ്ധനായ ദൈവത്തിന് പരിശുദ്ധിയോടെ വസിക്കാൻ സാധ്യമല്ല. മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തടസ്സമെന്ന് പറയുന്നത് സംശയമാണ്. അതുകൊണ്ട് യേശു പറയുകയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പോൾ സംശയമുള്ളൊരു ഹൃദയം വിശ്വാസത്തിനെതിരാണ്. സംശയമുള്ളൊരു ഹൃദയത്തിൽ വിശ്വാസം നിറയുകയില്ല. കർത്താവായ യേശുക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ഈ സംശയം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. അതുകൊണ്ട് സംശയത്തിനെതിരാണ് വിശ്വാസമെങ്കിൽ വിശ്വാസം നിറയാൻ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംശയം മാറിപ്പോകണം. അതുകൊണ്ട് വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ, സംശയം നമ്മിൽ നീങ്ങിപ്പോകുവാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് സംശയം നമ്മിൽ നിന്ന് മാറിപ്പോകണം. എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവമുണ്ട്, ദൈവത്തിന് വസിക്കുവാൻ കൊള്ളാവുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള സംശയം മാറിപ്പോകും. സംശയം മാറുവാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇവിടെ പലരുടെ ഹൃദയം സംശയം നിറഞ്ഞ ഹൃദയമായതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന് പരിശുദ്ധിയോടെ അതിൽ വസിക്കുവാൻ സാധിക്കാതെ വരുന്നു. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം കർത്താവ് അതിനെങ്ങനെ പറയുന്നു, ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങിയാണ്. ദുർബല ഹൃദയരാകരുത്, അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ ഭ്രമിക്കുകയോ അരുത്. ഇന്ന് അനേക വ്യക്തികൾ ദുർബല ഹൃദയരായതുകൊണ്ട് പലതിനെയും ഭയപ്പെടുകയാണ്. ഇന്ന് മനുഷ്യൻ ഹൃദയത്തിൽ ഭയവും ഉത്കണ്ഠയും ആകുലതയും ഇന്നേറി വരുവാൻ കാരണം ഹൃദയം ദുർബലമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണം. ധൈര്യമുള്ളൊരു ഹൃദയത്തിൽ പരിശുദ്ധനായ ദൈവം പരിശുദ്ധിയോടെ വസിക്കും. അതുകൊണ്ട് നമ്മുടെ ദുർബല ഹൃദയം നീങ്ങി ധൈര്യമുള്ളൊരു ഹൃദയമായി തീരുവാൻ നാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ വേണ്ടി ദാഹിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഇന്ന് അനേകം വ്യക്തിയുടെ ഹൃദയം കഠിന ഹൃദയമാണ്. വസിക്കേണ്ട ദൈവത്തിൻ്റെ ആലയമായ ഹൃദയം ഇന്ന് കഠിന ഹൃദയമായി മാറുകയാണ്. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്കൊരു ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന് നേരെ നിൻ്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിൻ്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. അതായത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാത്ത, പരസഹായം ചെയ്യാത്തൊരു വ്യക്തിയുടെ ഹൃദയം കഠിന ഹൃദയമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയിലാണ്. ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും വേണ്ടി മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയായി മാറുകയാണ്. മറ്റുള്ളവരുടെ വേദനയോ കാണുവാനോ മറ്റുള്ളവരുടെ ദാരിദ്ര്യം കണ്ടവരെ സഹായിക്കാനോ മനസ്സില്ല. അതായത് മനുഷ്യനിന്ന് സ്വാർത്ഥതയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തെക്കുറിച്ച് കർത്താവ് വചനം പറയുന്നത് അത് കഠിന ഹൃദയമാണ്. പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്ത ഹൃദയം കഠിന ഹൃദയമാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തെ സ്വയം ഒന്ന് പരിശോധിക്കുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ പരിശോധിക്കുകയാണ്. എൻ്റെ ഹൃദയം കഠിന ഹൃദയമാണോ? എൻ്റെ ഹൃദയം ദുർബല ഹൃദയമാണോ?
എൻ്റെ ഹൃദയം സംശയമുള്ള ഹൃദയമാണോ? എൻ്റെ ഹൃദയം വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും നിറഞ്ഞ ഹൃദയമാണോ? എൻ്റെ ഹൃദയം അശുദ്ധി നിറഞ്ഞ പാപം നിറഞ്ഞ ഹൃദയമാണോ? ദൈവം വസിക്കേണ്ട എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റു വ്യക്തികൾക്ക്, മറ്റു വസ്തുക്കൾക്ക് സ്ഥാനം കൊടുത്ത് അന്യ ദൈവങ്ങൾ വസിക്കുന്ന ഹൃദയമാണോ എൻ്റെ ഹൃദയം? സ്വയം ഒന്ന് പരിശോധിക്കുക. അങ്ങനെ ഉള്ളൊരു ഹൃദയമാണ് നമ്മുടെ ഹൃദയമെങ്കിൽ ആ ഹൃദയമായിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, വിട്ടുകൊടുക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 41-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുകയാണ്, നാം കരങ്ങളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. നമ്മുടെ ഹൃദയത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്തിനാണ് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നു, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അശുദ്ധി നിറഞ്ഞ, വെറുപ്പ് നിറഞ്ഞ, കഠിന ഹൃദയമായ എൻ്റെ ഹൃദയം മാംസളമായ അനുതാപമുള്ളൊരു ഹൃദയമാക്കി ദൈവം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് നാം നമ്മുടെ ഹൃദയത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം വസിക്കുവാൻ, യേശു വസിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. അതുമാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ എല്ലാറ്റിനേക്കാളും മുഖ്യസ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ഈ ലോകത്തിൽ നാം എന്തിനെല്ലാം സ്നേഹിക്കുന്നു അതിനേക്കാളെല്ലാം ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. നമുക്കറിയാം, നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, നമ്മുടെ സമ്പത്തിനെ എല്ലാം നാം സ്നേഹിക്കുന്നവരാണ്. ഇതിനേക്കാളെല്ലാം ദൈവത്തിനൊന്നാം സ്ഥാനം നൽകുക. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം കർത്താവ് അതിനെങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇവിടെ ഈ പൂർണ്ണത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നമ്മുടെ ഹൃദയം ഇന്ന് വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവത്തിന് വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഹൃദയത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു വന്ന് വസിക്കുന്നത്. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ കർത്താവ് വചനം പറയുന്നു, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതിയിടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പൂർവ്വകാലങ്ങളിൽ പൂർവ്വപിതാക്കന്മാർക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മം ദൈവം ഇന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുക. എന്താണ് ആ മർമ്മം? കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള സത്യം. അതായത് ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഹൃദയം. ഈ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ, നമ്മുടെ ചങ്കിൻ്റെ ഉള്ളിൽ വസിക്കാൻ നമ്മുടെ ഹൃദയത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എൻ്റെ ഹൃദയം അശുദ്ധമായൊരു ഹൃദയമാണ്, തിന്മ നിറഞ്ഞ ഹൃദയമാണ്, പാപം നിറഞ്ഞ, വെറുപ്പുള്ള, സംശയമുള്ള, കഠിനമായൊരു ഹൃദയമാണ്. യേശുവേ, എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ, അനുതാപമുള്ളൊരു ഹൃദയം നൽകണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ രക്തം ഒഴിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എനിക്കൊരു മാംസളമായ ഒരു പുതിയൊരു ഹൃദയം എനിക്ക് നൽകണമേ. ആഗ്രഹത്തോടെ നാം നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്കൊരു പുതിയ ഹൃദയം നൽകും. ഈ ക്രിസ്മസിന്, ഈ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് നമ്മുടെ ഹൃദയത്തെ ഒരുക്കി ആ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, കർത്താവായ യേശു അവിടുത്തെ ജന്മപ്പെരുന്നാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ ദിവസങ്ങളിൽ
അങ്ങേക്ക് വസിക്കുവാൻ കൊള്ളാവുന്നൊരു ഹൃദയമായി ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ യേശുവേ അങ്ങ് വസിക്കേണ്ട ഞങ്ങളുടെ ഹൃദയത്തിൽ മറ്റ് പലതിനും ഞങ്ങൾ സ്ഥാനം, പല വ്യക്തികൾക്ക്, പല വസ്തുക്കൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകി. ഞങ്ങളുടെ ഹൃദയത്തിൽ അശുദ്ധമായ ചിന്തകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ ഞങ്ങൾ വേട്ടയാടി. ഞങ്ങൾ അശുദ്ധമായ ഹൃദയത്തിനടിമയായി. യേശുവേ ഞങ്ങളുടെ ഹൃദയം, കഠിനമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ഈ വചനം കേൾക്കുന്ന എല്ലാവരും സമർപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങേക്ക് വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു ഹൃദയമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, വെറുപ്പ് നിറഞ്ഞ, തിന്മ നിറഞ്ഞ കഠിന ഹൃദയങ്ങളെ മാംസളമായൊരു ഹൃദയം, അനുതാപമുള്ള ഹൃദയമാക്കി മാറ്റണമേ. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ നോമ്പിനെയും ഈ ദിവസങ്ങളിലുള്ള എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുവാൻ തക്കവണ്ണം, യേശുവേ ഞങ്ങളെ കർത്താവും ദൈവമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, യേശുവിന് വസിക്കുവാൻ കൊള്ളാവുന്ന ഒരാലയമായി പരിശുദ്ധ അമ്മ എത്രമാത്രം ഒരുങ്ങിയോ അതുപോലെ ഞങ്ങൾക്കും ഒരു ഒരുക്കം ലഭിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വം പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഭൂവിതിൽ സ്നേഹം പിറക്കട്ടെ, ഭൂമിയിൽ ശാന്തത വാഴട്ടെ, ഭൂവാസികൾ നന്മയാൽ നിറഞ്ഞിടട്ടെ. ഭൂവിതിൽ സ്നേഹം പിറക്കട്ടെ, ഭൂമിയിൽ ശാന്തത വാഴട്ടെ, ഭൂവാസികൾ നന്മയാൽ നിറഞ്ഞിടട്ടെ. ദൂരെ 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 മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം.